ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ പോയി ഞാൻ പറയുന്ന ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളെ ഭഗവാൻ വലിയ സമ്പന്നനാക്കും. ചിലരെ രക്ഷാധിപന്മാര്, ചിലരെ കോടീശ്വരന്മാര്. അത് നിങ്ങളുടെ ഭക്തിയും വിശ്വാസവും പിന്നെ നിങ്ങളുടെ പ്രവൃത്തിയും പോലിരിക്കും. എന്തായാലും വലിയ സമ്പന്നന്മാരായ ധാരാളം ആളുകളുണ്ട്. ഞാനീ പറയുന്ന ക്ഷേത്രത്തിൽ ഒന്ന് പോവുക, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക. കേട്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊന്ന് പോകണം. ഞാനീ പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യം ഈ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ചെയ്തവരെ എല്ലാം ഭഗവാൻ വലിയ സമ്പന്നരാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം, വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ, ഞാൻ എല്ലാം നോക്കി കൊടുത്തിട്ടുള്ള ആളാണ്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അദ്ദേഹത്തിന് ബിസിനസ്സിൽ വലിയൊരു നേട്ടം ഉണ്ടായി. പക്ഷെ വലിയ ബിസിനസ്, വലിയ തുകകളെയൊക്കെയുള്ള വലിയ ബിസിനസ് ചെയ്യുന്ന വിദേശത്ത് വലിയ നേട്ടം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എനിക്ക് ഇന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, സാറ് പറഞ്ഞ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ആ കാര്യം, ആ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ചെയ്തു. അത് കഴിഞ്ഞാണ് ബിസിനസ്സിൽ വലിയൊരു നേട്ടം ഉണ്ടായത്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനമാകും എന്നും പറഞ്ഞ് എന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇത് പറഞ്ഞു തന്നേക്കാം. എല്ലാവരും ജീവിതത്തിൽ കൂടെ ഉണ്ടാകട്ടെ. ഞാൻ ഈ മുഴുവൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. ഒരു ക്ഷേത്രമുണ്ട്, അതേതാണെന്ന് ഞാൻ പറയാം. അവിടെ പോയി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെയും ജീവിതം മാറും. അതുപോലെ തന്നെ ഞാൻ വേറൊരാൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ഒരു ചെറിയ പ്രസ്ഥാനം നടത്തുന്ന ഒരാളാണ്. ഇപ്പം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് വലിയ സമ്പന്നനായ അദ്ദേഹം. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ എത്രയോ അനുഭവങ്ങൾ. ഞാനെല്ലാം ആ ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം, പോകുന്ന ക്ഷേത്രം പറഞ്ഞുതരാം. നിങ്ങൾ മുഴുവൻ കേട്ടിട്ട് ചെയ്യുക. നിങ്ങളെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ തന്നെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാനെല്ലാം പറഞ്ഞുതരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ. അവിടെ ഞാൻ ആ ക്ഷേത്രം ഏതാന്ന് പറയാം, അവിടെ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറയാം. അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണത്. ആ ക്ഷേത്രത്തിന് എന്നാ ഇത്ര പ്രത്യേകത ഉണ്ട്, പറഞ്ഞുതരാം. അവിടെ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഞാനീ പറഞ്ഞ പോലെ, ഞാനീ പറഞ്ഞിട്ട് ഒരാൾ, വിദേശത്ത് ബിസിനസ് ഉള്ള ഒരാൾ ദിവസവും ഞാൻ പറഞ്ഞ രീതിയിൽ അത് ചെയ്ത് വലിയ ബിസിനസ് നേട്ടം ഉണ്ടായി. അങ്ങനെ എത്രയോ ആളുകൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ ദിവസവും ശ്രദ്ധിച്ച് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. ആ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, എല്ലാം കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. ഒന്നും തിടുക്കപ്പെടേണ്ട. സമാധാനമായിട്ട് വീഡിയോ മുഴുവൻ കേട്ടിട്ട് ശരിയായിട്ട് ചെയ്യുക. അതോടുകൂടി ജീവിതത്തിൽ മാറ്റം വരാൻ അത് ഉപകരിക്കും. അപ്പോൾ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ഇപ്പം പെട്ടെന്ന് പോയെന്ന് പറഞ്ഞ് ജീവിതം മാറണമെന്നില്ല. ഞാൻ പറഞ്ഞ രീതി നിങ്ങൾ പോയി ചെയ്യുക. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. അപ്പം ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. നമ്മൾ ഭഗവാനെ മാത്രം ചിന്തിക്കുക. അതാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ കാണുക ഞാൻ ഈ പറയുന്ന സമയത്ത്. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, അവിടെ അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യം പറഞ്ഞുതരാം. ദിവസവും നിങ്ങൾ ഒരു നാണയം അല്ലെ ഒരു നോട്ട് എന്തും ആയിക്കോട്ടെ, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അന്നദാനത്തിനെന്ന് പറഞ്ഞ് മാറ്റി വെക്കുക. എന്നിട്ട് അതൊരു മാസമാകുമ്പോൾ നിങ്ങളതെടുത്ത് എണ്ണാതെ അമ്പലപ്പുഴയിൽ പോയി അവിടെ അന്നദാനത്തിന് കൊടുക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് എല്ലാ മാസവും ചെയ്യുക. മാസത്തിലൊന്ന് നിങ്ങൾ പോവുക. ഇനി പോയോണ്ടും ചെയ്തോണ്ടും അല്ല, ചില കാര്യം കൂടെ അറിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഫലമാകുന്നത്. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത? ഭഗവാന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ഭഗവാൻ ഉണ്ണിക്കണ്ണന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. പറഞ്ഞ മനസ്സിലായോ? ഭഗവാൻ തന്നെ ഭഗവാന് വേണ്ടി കാണിച്ചു കൊടുത്ത സ്ഥലമാണ്. വില്ലുമംഗലം സ്വാമിയാര് അമ്പലപ്പുഴ ഭാഗത്ത് അവിടെ വന്നപ്പോൾ ഭഗവാൻ അവിടെ വെച്ച് വില്ലുമംഗലത്തിന് ദർശനം കൊടുത്ത സ്ഥലമാണ്.
അങ്ങനെയാണ് വില്ലുമംഗലം ഭഗവാനെ വാസുദേവോ എന്ന് വിളിക്കുമ്പം പിന്നെ ഭഗവാനെ കാണത്തില്ല. ഇന്നും അവിടെ ആ ചടങ്ങുണ്ട്, വാസുദേവോ എന്ന് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം ഭഗവാന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമാണത്. അങ്ങനെ വില്ലുമംഗലത്തിന് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയാണ് അവിടെ ആ ക്ഷേത്രം പണിയുന്നത്. അപ്പം ഭഗവാന് വേണ്ടി തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ഗുരുവായൂർ പോലെ തന്നെ. അപ്പൊ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതുകൊണ്ട് ഭഗവാന്റെ ഏറ്റവും ഗുരുവായൂർ പോലെ തന്നെ ഏറ്റവും അപാരമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. അപാരമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. പിന്നെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തന്നെ അവിടെ തന്നെ ഗുരുവായൂരപ്പന് നടയുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരെ വിഗ്രഹം അമ്പലപ്പുഴയെ കൊണ്ടുവച്ചു. ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണ്. അപ്പം ഗുരുവായൂർ നട കൂടി ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ തൊട്ടടുത്തുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. പല ഭാവങ്ങളിൽ ഇരിക്കുന്നതേ ഉള്ളൂ, അല്ലെ പല രീതിയിൽ ഭക്തർക്ക് ദർശനം നൽകുന്നേ ഉള്ളൂ, അല്ലെ പല സ്ഥലങ്ങളിൽ ദർശനം നൽകുന്നതേ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെ, ഭഗവാൻ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. അപ്പോൾ ഈ അമ്പലപ്പുഴയുടെ പ്രാധാന്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഭഗവാന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ്. വില്ലുമംഗലത്തിനെ കാണിച്ചു കൊടുത്ത സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഭഗവാനെ ഓടിക്കളിക്കുക. ശ്രദ്ധിച്ച് കേട്ടോണം, ഇനി ഓടിക്കളിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ഭഗവാന് ഇതുപോലെ ദിവസം ഒരു നാണയമോ അല്ലെങ്കിൽ നോട്ടോ എന്തു ആയിക്കോട്ടെ നമ്മൾ മാറ്റി വെക്കുക. ഭഗവാന്റെ അന്നദാനത്തിനെന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് മാറ്റി വെക്കണം. അത് അവിടെ കൊണ്ടുപോയി അത് ഒരു തുകയാക്കി, ഇപ്പൊ എത്രയാണ് അത് ചില്ലറയാണ്, അത് മാറിയിട്ട് അവിടെ കൊണ്ടുപോയി അത് നിങ്ങളത് ചില്ലറയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണേൽ നോട്ടാക്കിയിട്ട് നിങ്ങളത് എത്രയാണ് തിട്ടപ്പെടുത്തി അവിടെ അന്നദാനത്തിന് സമർപ്പിക്കുന്നതും നല്ലത് തന്നെയാണ്. ഇപ്പം എണ്ണാതെ സമർപ്പിക്കണമെന്നില്ല. എണ്ണാതെ സമർപ്പിക്കുന്ന കൂടുതലും കാണിക്കയില്ല. മനസ്സിലായി? നമ്മൾ അന്നദാനത്തിന് കൊടുക്കുമ്പോൾ ദിവസം ഒരു നാണയമോ അല്ലെങ്കിൽ നോട്ടോ മാറ്റി വെച്ചു മാസത്തിൽ അത് എത്രയായി നോക്കുക. ആ തുക നമ്മൾ എണ്ണിയെടുത്ത് നോട്ടാക്കി അത് അവിടെ അന്നദാനത്തിന് അവിടെ കൗണ്ടർ ഉണ്ടല്ലോ, അവിടെ രസീത് എടുത്ത് എത്രയാണെന്ന് വെച്ചാൽ സമർപ്പിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ രീതിയിൽ അന്നദാനത്തിന് ഒരു തുകയാകുമ്പോൾ അവരത് ചെയ്തോളൂ. അപ്പം ഞാനീ പറഞ്ഞ വ്യക്തി, വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം ദിവസം ഒരു ഏതോ എത്രയാണെന്ന് വെച്ചാൽ ഒരു തുക മാറ്റി വെച്ചു. അദ്ദേഹത്തിന് വലിയൊരു ബിസിനസ് നേട്ടമുണ്ടായി. ചെറിയതല്ല, വലിയ സംഭവങ്ങളാണ് കേട്ടോ. വലിയ ബിസിനസ്സുകാരൻ വലിയ തുകകളൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം 61,000 രൂപ അദ്ദേഹം വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അത് അമ്പലപ്പുഴയെ കൊണ്ട് സമർപ്പിക്കാൻ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് അന്നദാനത്തിന് വേണ്ടി. അപ്പം ഇന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു, എൻ്റെ വാട്സപ്പിൽ കിടപ്പുണ്ടത്. അവിടെ അദ്ദേഹത്തിന് അതുപോലെ നേട്ടം ഉണ്ടായി. ഇപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മതി. 10 രൂപയെങ്കിൽ 10 രൂപ, അല്ലെ 1 രൂപയെങ്കിൽ 1 രൂപ, അല്ലെ 100 രൂപയെങ്കിൽ 100 രൂപ. ഇനിയിപ്പം നമ്മൾ മാസം എടുക്കുമ്പം അധികം തുക ആയില്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ അതെടുത്ത് അമ്പലപ്പുഴ കൊണ്ട് കൊടുത്താലും മതി. പക്ഷെ എല്ലാ മാസവും ദർശനം നടത്താൻ ശ്രമിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു മാസം എടുത്തിട്ട് ആ തുകയൊന്നും വലുതായിട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ, അല്ലെ 2 മാസം കൂടുമ്പോൾ അതൊരു സാമാന്യം കുഴപ്പമില്ലാത്ത തുകയാണെങ്കിൽ അത് നോട്ടാക്കി എണ്ണി അവിടെ അന്നദാനത്തിന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വേണം, ഭഗവാനെ ഞാനിവിടെ സമർപ്പിക്കുന്ന അന്നദാനത്തിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി. പക്ഷെ എല്ലാ മാസവും ദർശനം നടത്തണം. പറഞ്ഞാൽ മനസ്സിലായി? ചിലർക്ക് ഇപ്പോൾ 1 രൂപയോ 10 രൂപയോ 100 രൂപ 50 രൂപയൊക്കെ മാറ്റി വെക്കാൻ പറ്റുന്ന ഉള്ള പോലെ മതി. അത് തുകയുടെ വലിപ്പത്തിലല്ല, നിങ്ങളുടെ സമർപ്പണത്തിൽ, നിങ്ങളുടെ മനസ്സിലും ആ കാര്യം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാം. ബിസിനസ്സുകാർക്കും ചെയ്യാം, അല്ലാത്തവർക്കും ചെയ്യാം, കടയിൽ നിൽക്കുന്നവർക്കും ചെയ്യാം, സാധാരണക്കാർക്കും ചെയ്യാം. ഇത് ആര് ചെയ്താലും അവരുടെ എല്ലാം ജീവിതത്തിൽ ഭഗവാൻ വലിയ ഐശ്വര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, വലിയ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എത്രയോ ആളുകൾ ജീവിതം മാറിയിട്ടുണ്ട്. അപ്പം ഈ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് അതുപോലെ വെണ്ണ സമർപ്പിച്ചു വീട് സ്ഥലം വാങ്ങിയവരും ധാരാളമുണ്ട്. അവിടെ ചെറിയ കുടം വെണ്ണയുണ്ട്, 100-150 അതാണ്. അത് സമർപ്പിച്ച് വ്യാഴാഴ്ചകളിൽ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം വ്യാഴാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ദിവസം പോവുക, ദൂരെ നിന്നൊക്കെ ഉള്ളവർ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ദിവസം പോവുക. അപ്പം ആലപ്പുഴ അമ്പലപ്പുഴയെ കുറിച്ചാണ് പറയുന്നത്. ആലപ്പുഴ റൂട്ട് ആലപ്പുഴയല്ല, അമ്പലപ്പുഴ തന്നെയാണ്. ഈ മലബാറിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആലപ്പുഴ അമ്പലപ്പുഴ എന്ന് ഞാൻ പെട്ടെന്ന് അറിയാം, അതുകൊണ്ട് പറഞ്ഞ അമ്പലപ്പുഴ തന്നെയാണ്, അമ്പലപ്പുഴ. അപ്പം അവിടുത്തെ ഭഗവാന്റെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല
നമ്മൾ ആ ഭഗവാന്റെ നടയിൽ നിന്ന് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം കൃഷ്ണായ നമ, നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിയും സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ, ഇതൊക്കെ ഒന്ന് ജപിച്ചു നോക്ക്. നമ്മുടെ ഉള്ളിൽ ആ ഭഗവാൻ അങ്ങ് നിറഞ്ഞു നിൽക്കും. മനസ്സിൽ ജപിച്ചാൽ മതി, അല്ലെ വായും ജപിക്കാം. നമുക്ക് കേൾക്കാവുന്ന രീതി ശബ്ദത്തിൽ ജപിക്കാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത്. എന്നാലും മനസ്സിൽ ജപിക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ജപിക്കാം. മനസ്സിലായില്ലേ? എന്തൊരു 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 നിർവൃതിയാണെന്നറിയാം ആ ഭഗവാന്റെ ഉണ്ണിക്കണ്ണന്റെ നടയെന്ന് ജപിച്ചാൽ. പിന്നെ ഞാൻ ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ നടയിൽ ഭഗവാൻ പാർത്ഥസാരഥിയ ഭഗവാന്റെ നടയെന്ന് ഞാൻ മിക്കവാറും ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ അത് ജപിക്കാറുണ്ട്. പിന്നെ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു ജപിക്കാറുണ്ട്. പിന്നെ ഗുരുവായൂരപ്പന്റെ നട പോയിട്ട് ഞാൻ പലപ്പോഴും ഞാൻ ജപിക്കാറുള്ള ഒരു കാര്യമാണ് സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വാവത്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ അന്തഭാഗ്യം ജനാനാം. ഭയങ്കര നിർവൃതി അവിടെ നിന്ന് ജപിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ നടയെന്ന്. അപ്പം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ നടയെന്ന് ഞാൻ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു ജപിക്കാറുണ്ട്. ഇതൊരു ഭയങ്കര നിർവൃതിയാണ്. മനസ്സുകൊണ്ട് ചിലപ്പം ജപിക്കും, ചിലപ്പം വാ കൊണ്ട് ജപിക്കും. അപ്പോൾ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിർവൃതിയാണ്. ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണന് അപാരമായ ശക്തിയുണ്ട് ഭഗവാന്. പിന്നെ ചെറിയ പരിഭവങ്ങളും പണക്കങ്ങളും ഒക്കെ ഇടയ്ക്ക് കാണും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും മാസത്തിലൊന്ന് പോകാൻ ശ്രമിക്കണം. ഒരു തവണ പോയിട്ട് മാറ്റം ഉണ്ടാകണമെന്നില്ല, ഭഗവാൻ തീരുമാനിക്കണം. ചിലപ്പം പലതവണ പോകുമ്പോഴായിരിക്കും മാറ്റം ഉണ്ടാകുന്നത്. ചിലർക്ക് ഒരു തവണ കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാകാം. ചെറിയ പിണക്കങ്ങളൊക്കെ ഉള്ള ഭഗവാന് തോന്നണം. ചില സമയം നമുക്കൊരു അനുഗ്രഹം തരാൻ ഭഗവാന് തോന്നുന്ന സമയത്തേ തരത്തുള്ളൂ, പക്ഷെ തരും, കൈവിടത്തില്ല. അപ്പൊ നമ്മൾ മാസത്തിലൊന്ന് പോവുക. ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ ഭാവത്തിന് ഭയങ്കര ശക്തിയാണ്. കാരണം നിഷ്കളങ്ക ഭാവമാണ്, കുട്ടി ഭാവമാണ്, അതിന് അപാരമായ ശക്തിയാണ്. അത് ഒരു രഹസ്യം. പിന്നെ ഭഗവാനെ ഈ ഉണ്ണിക്കണ്ണൻ ആയിട്ടിരിക്കുമ്പോൾ തന്നെയാണ് ഭഗവാൻ കാളിയമർദ്ദനം ചെയ്യുന്നത്. കാളിയെ മർദ്ദനം ചെയ്യുന്നത്, കാളിയന്റെ ഗർവ് ഇല്ലാതാക്കുന്നത് ഉണ്ണിക്കണ്ണനായിരിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ നമുക്ക് സർപ്പദോഷങ്ങളൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ജാതകത്തിലൊക്കെ രാഹു പിഴച്ചു നിൽക്കുക, ഇപ്പം ചൊവ്വ രാഹു യോഗങ്ങൾ അനിഷ്ടപ്രദമായിട്ട് രാശികളിലും ഒക്കെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് കടം കയറി ഒരു വഴിയാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ, ലോണ്, ലൈബിലിറ്റീസ്, കേസ്, വഴക്ക് ഉണ്ടാകാം. ചിലർക്ക് വാഹനം വഴിയും പ്രശ്നങ്ങൾ ഉണ്ടാകാം, അപകടങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാകാം. അല്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ നേരിയ എല്ലാവർക്കും ഇല്ല, എങ്കിലും ചിലർക്കെങ്കിലും അത് സംഭവിക്കുന്നവർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ അതുപോലെ തന്നെ ചന്ദ്രസർപ്പ യോഗം ഉണ്ടാകുമ്പോൾ കൺഫ്യൂസിങ് മൈൻഡ് ആയിരിക്കും. എന്ത് ചെയ്താലും അങ്ങോട്ട് രക്ഷപ്പെടത്തില്ല, മൊത്തം ഒരു ആശയക്കുഴപ്പമായിരിക്കും. തെറ്റായ വഴികളിൽ ചിന്തിക്കുക. ഇങ്ങനെയൊക്കെ ചന്ദ്രസർപ്പയോഗം അനിഷ്ടപ്രദമായി രാശികളിൽ നിന്നാലും ഉണ്ടാകാം. അതുപോലെ ശുക്രസർപ്പയോഗം ഉണ്ട്, സാമ്പത്തികമായ കടബാധ്യതകളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ബുധസർപ്പയോഗം ഉണ്ടെങ്കിൽ അബദ്ധങ്ങളിൽ പോയി ചാടും. ബുധൻ ബുദ്ധികാരകനാണ്. എവിടെ തട്ടിപ്പുണ്ടോ അവിടെ കൃത്യമായിട്ട് ചോദിച്ചന്വേഷിച്ച് അവിടെ പോയി പൈസ കൊടുത്ത് ലാസ്റ്റ് ആ പൈസ പോയി കഴിയുമ്പോൾ കൈകാലിട്ട് വിളിക്കും, അയ്യോ എൻ്റെ പൈസ പോയി. ഈ ബുധസർപ്പയോഗം ഉള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. ബുധൻ ബുദ്ധികാരകനാണ്. ബുധന്റെ കൂടെ സർപ്പൻ അനിഷ്ടപ്രദമായ രാശികളിൽ, മനസ്സിലായില്ലേ? ഇപ്പൊ ബുധന്റെ ഇഷ്ടരാശി നിൽക്കുകയാണെങ്കിൽ അത്ര ദോഷം ചെയ്യത്തില്ല. ശുഭഗ്രഹത്തിന് ദൃഷ്ടിയുണ്ട്, അത്ര ദോഷം ചെയ്യണമെന്നില്ല. ഭാവാധിപന്റെ സ്ഥിതി അനുകൂലം ഉണ്ട്, ചിലപ്പം ദോഷം ചെയ്യണമെന്നില്ല. പക്ഷേ അനിഷ്ടപ്രദമായ രാശികളിലും ഒക്കെ നിൽക്കുമ്പോഴാണ് കൂടുതൽ ദോഷം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ബുധസർപ്പ യോഗം ഉള്ളവര് എന്ന് പറഞ്ഞാൽ സർപ്പഗ്രഹത്തിന്റെ ദോഷങ്ങളൊക്കെ മാറാൻ ഈ ഉണ്ണിക്കണ്ണനെ വണങ്ങുന്നത് നല്ലതാണ്. ദുരിതങ്ങൾ മാറാൻ നവഗ്രഹങ്ങളുടെയും പ്രീതിക്ക് ഉണ്ണിക്കണ്ണനെ വണങ്ങുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് നവഗ്രഹ പ്രീതിക്ക് ഉണ്ണിക്കണ്ണനെ വണങ്ങുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്? അതിനകത്ത് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓരോ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതായത് ഭഗവാൻ മണ്ണ് നിന്നപ്പം ഭഗവാന്റെ മാതാവ് വഴക്ക് പറഞ്ഞപ്പം ഭഗവാൻ വാ തുറന്ന് കാണിക്കുന്നുണ്ട്. ആ വായിക്കകത്ത് 14 ലോകങ്ങളും എല്ലാ ഗ്രഹങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഭഗവാനെ വിളിച്ചാൽ ഈ സർവ്വ നവഗ്രഹങ്ങളുടെ പ്രീതി ഉണ്ടായി വരും. ഭഗവാനുള്ളിലാണ് സർവ്വ പ്രപഞ്ചങ്ങളും. ഭഗവാനെ സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. മനസ്സിലാക്കണം കേട്ടോ. അത് ആ കുട്ടിയായിരിക്കുമ്പം കാണിക്കുന്ന ലീലകളാണ്.
അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിന്റെ ശക്തി ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയം ഉണ്ടാവും. അതായത് ഉണ്ണിക്കണ്ണനായിരിക്കുമ്പോൾ തന്നെയാണ് ഭഗവാൻ പൂതന എത്ര എത്ര അസുരന്മാരെ പൂതനെ വധിക്കുന്നത്. ഓക്കെ, അത്ര അവരൊക്കെ വളരെ ശക്തര് തന്നെയാണ്. ആ ഉണ്ണിക്കണ്ണനായിരിക്കുമ്പോൾ തന്നെയാണ് ഭഗവാൻ വളരെ ലളിതമായിട്ട് അവരെയൊക്കെ വധിക്കുന്നത്. അപ്പൊ ശത്രു വിജയങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഭഗവാന്റെ ഉണ്ണിക്കണ്ണനെ വണങ്ങുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ആ അമ്പലപ്പുഴ നടയിലിരുന്ന് ഭഗവാന്റെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വാഗൊണ്ട് ജപിക്കാം. ഇതിനെ എത്ര മനസ്സ് ജപിക്കാവോ, സ്വയം മറന്നു മനസ്സ് ജപിക്കാവോ അത്രയും ജപിക്കുക. പക്ഷെ നടയിൽ നിന്നെന്ന് പറഞ്ഞാൽ നടയൊന്നും ജപിക്കാം. പിന്നെ നമ്മളവിടെ മാറി കൽമണ്ഡപത്തിലൊക്കെ പോയി ഇരിക്കുമല്ലോ, ആ സന്നിധിയിൽ എവിടെ ഇരുന്ന് വേണേലും, ആ മതിൽക്കെട്ടിനുള്ളിൽ എവിടെ ഇരുന്ന് വേണേലും എത്ര തവണയും വാഗൊണ്ട് ജപിക്കാം. പിന്നെ മനസ്സിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറ്റുന്ന അത്ര ഒരു ചിന്തയില്ലാതെ ഭഗവാനിൽ ലയിച്ച് ജപിക്കുക. ആ ഭക്തന് ഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാവും. കാരണം അത് പുണ്യഭൂമിയാണ്. ഭഗവാന് വേണ്ടി തിരഞ്ഞെടുത്ത ഭൂമി തന്നെയാണ്. അവിടെ ഭഗവാന്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. ഭഗവാനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി, ഭഗവാനെ വില്ലുമംഗലത്തിന് ദർശനം കൊടുത്തത് ആ ഭൂമിയിൽ ഭഗവാൻ അത് ഈ പ്രിയപ്പെട്ട ഒരു ഭൂമി ആയതുകൊണ്ടാണ്. അവിടെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അപാരമായ പ്രീതി ഉണ്ടാകും എന്നുള്ളതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ചാണ് ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയത്. നാരദനാണ് ധ്രുവൻ ഈ മന്ത്രം ഉപദേശിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുക, നിങ്ങളുടെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും, ഈ ജന്മത്തിലെ കർമ്മദോഷങ്ങൾ മാറും. നിങ്ങളുടെ എല്ലാ കർമ്മദോഷങ്ങളും, എല്ലാ ശാപദോഷങ്ങളും, എല്ലാ ദുരിതങ്ങളും അവിടെ മാറിക്കിട്ടും. അങ്ങനെയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രത്തിന് അപാരമായ ശക്തിയുണ്ട്. അപാരമായ ക്രിയായോഗയുടെ 4ാം ക്രിയയിൽ പോലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാനത് നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത്ര മഹത്തരമാണെന്നറിയുക. അതുപോലെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുന്നവരെ, ധർമ്മം പാലിക്കുന്നവരെ, സ്ത്രീകളെ ബഹുമാനിക്കുന്നവരെ, ഭഗവാന്റെ നാമം സദാ സർവദാ ജപിക്കുന്നവര് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കുരൂരമ്മ, വില്ലുമംഗലം, പൂന്താനം ഇവരൊക്കെ ഭഗവാന്റെ നാമങ്ങൾ സദാ സർവദാ ജപിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഭഗവാന് പ്രിയപ്പെട്ടവരായിരുന്നു. ആര് ഭഗവാന്റെ നാമങ്ങൾ ഓം നമോ നാരായണായ, എൻ്റെ കൃഷ്ണ, അല്ലെ സർവമംഗളമംഗല്യ അല്ല, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ കൂടി നമുക്ക് ഹരേ കൃഷ്ണ എന്ന് പറയുമല്ലോ, ഹരേ കൃഷ്ണ. ഇപ്പം കൃഷ്ണന്റെ പറയുന്നതുകൊണ്ട് കൃഷ്ണന്റെ മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, അല്ലെ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഹരേ കൃഷ്ണ. അതുപോലെ ഭഗവാന്റെ ഏത് നാമങ്ങളായിക്കോട്ടെ, മുകുന്ദൻ ആയിക്കോട്ടെ, ഗോവിന്ദൻ ആയിക്കോട്ടെ, ഭഗവാനെ സങ്കല്പിച്ച് ഭഗവാന്റെ നാമങ്ങൾ സദാ സർവദാ എന്നുവെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, റോഡിൽ കൂടെ നടന്നുകൊണ്ടൊന്നും ജപിക്കരുത്. വെറുതെ ഇരിക്കുമ്പോഴും പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ജോലികൾക്കിടയിൽ അങ്ങനെ ജപിക്കരുത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഭഗവത് സന്നിധി ഇരുന്നും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും പറ്റുമ്പോഴൊക്കെ ഭഗവത് നാമങ്ങൾ ജപിക്കുക. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. പക്ഷെ നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, മനസ്സിൽ ഭഗവാൻ ഉണ്ടായിരിക്കണം. അതായത് ഭഗവാന്റെ നാമം ജപിച്ചവർക്കെല്ലാം ഭഗവാൻ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. പാഞ്ചാലി ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചതേ ഉള്ളൂ. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപ സമയത്ത് വിത്തിൻ ഓൺ ദ സ്പോട്ടിൽ ഭഗവാൻ ആ നിമിഷം തന്നെ പാഞ്ചാലിക്ക് വസ്ത്രം നൽകി. അപ്പം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നവര്, ഭക്തിയോടെ ജപിക്കുന്നവര്, നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ജപിക്കുന്നവര്, ഞാനെന്നുള്ള അഹങ്കാരമില്ലാതെ, അഹങ്കാരമുള്ളവരുടെ കൂടെ ഭഗവാൻ കാണത്തില്ല. ഞാനെന്ന അഹങ്കാരമില്ലാതെ ഭഗവാനെ സദാ സർവ, ഭഗവാനെ കാണുന്നതിലെല്ലാം ഭഗവാനാണ് എന്ന് സങ്കല്പിച്ച് ആ ഭഗവാന്റെ നാമം ജപിക്കുന്നവരിൽ ഭഗവാൻ എപ്പോഴും പ്രസാദിക്കും. ആ ഭക്തനെ ഒരിക്കലും കൈവിടത്തില്ല. പിന്നെ ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഭഗവാന് ഒരു രീതിയാണത്. ചിലപ്പം ചെറിയ പിണക്കങ്ങളടക്കം ഉണ്ടാകും, ചില പരിഭവങ്ങളടക്കം ഉണ്ടാകും. പക്ഷെ ഭഗവാൻ അവരെ കൈവിടത്തില്ല. അവർക്ക് ആത്യന്തികമായ സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പൽ സമൃദ്ധിയും ഭഗവാൻ കൊടുക്കും. അവരെ കൈവിടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിഷ്കളങ്കമായ ഭക്തിയുള്ളവര്, ശുദ്ധ മനസ്സോടെ ഭഗവാനെ വിളിക്കുന്നവര്, സദാ സർവദാ ഭഗവാന്റെ നാമം ജപിക്കുന്നവര്, സത്യം ധർമ്മം പാലിക്കുന്നവര്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നവര്, ശ്രദ്ധിച്ചു കേട്ടോണം. ദാനധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് അന്നദാനം. ഏറ്റവും പ്രധാനമായ ദാനം അന്നദാനം തന്നെ. അതിനകത്ത് യാതൊരു ഡൗട്ടും വേണ്ട. എന്തുകൊണ്ടാണ് അന്നദാനം ഏറ്റവും പ്രധാനമായത്?
അന്നദാനം, നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ മാത്രമേ മതി എന്ന് പറയത്തുള്ളൂ. വേറെ എന്ത് കിട്ടിയാലും ഇച്ചിരൂടെ പോരട്ടെ ഇച്ചിരൂടെ പോരട്ടെ എന്ന് പറയും. പക്ഷെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയ്യോ മതിയേ എന്ന് പറയും. അത് ആഹാരം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, അന്നം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. അന്നം ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം, കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് നമ്മുടെ പ്രാണശരീരം സ്വീകരിക്കുന്നത്. അന്നം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. പിന്നെ നമ്മൾ ഏറ്റവും ഉപയോഗിക്കുന്ന ചോറ് കഴിക്കുന്നു, അതിന്റെ നെൽമണി, ആ നെല്ലിന്റെ കവറിങ് ഉണ്ട്. അത് അല്ല, കവറിങ് വന്നിരിക്കുന്നത് ഇപ്പൊ അത് ചിലപ്പം മാസങ്ങളോളം ചിലപ്പം അത് ഇരുന്നാലും കേടാകരുത്, അതിനു വേണ്ടിയാണ്. അപ്പൊ ആ അന്നത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈശ്വരൻ തന്നെ എന്തെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. ഇപ്പൊ ഒരു തേങ്ങ ആയിക്കോട്ടെ, ആ തേങ്ങ നമ്മൾ താഴെ വീണുമ്പോൾ അത് പൊട്ടിപ്പാരിക്കാൻ അതിന് കവറിങ്, അതിന് തോട്, അതിന്റെ ആ കവറിങ് ഉണ്ട് അല്ലേ, തൊണ്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈശ്വരൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ആ ആഹാരത്തിന്, ആ കഴിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഭഗവാന്റെ ഒരു കരുതൽ എപ്പോഴും ഉണ്ട്. അത് കഴിക്കുന്ന സാധനങ്ങളായതുകൊണ്ടാണ്. അപ്പൊ ഈ ഈശ്വരന്റെ ഒരു കൈകടത്തല് ഈ ഭക്ഷിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അന്നം ബ്രഹ്മം തന്നെയാണ്, ഈശ്വരന്റെ കയ്യൊപ്പുള്ളതാണ്. ഈശ്വരൻ ആ അന്നം ബ്രഹ്മമായതുകൊണ്ടാണ് അതിനൊക്കെ ഓരോ രീതിയിലുള്ള സംരക്ഷണങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നത്. ആഹാര പദാർത്ഥങ്ങൾക്കൊക്കെ ആ ഓരോരോ അത് കാരണം അന്നം എന്നുള്ള അന്നദാനം ഏറ്റവും ശ്രേഷ്ഠമായ ദാനമാണ്. പക്ഷെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ നിഷ്കളങ്കമായ മനസ്സോടെ നമ്മളത് ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഭഗവാൻ ഇങ്ങനെ നമ്മൾ ഒരു നാണയമോ അല്ലെങ്കിൽ ഒരു നോട്ടോ ദിവസം മാറ്റി വെച്ച് അത് നമ്മൾ അവിടെ അന്നദാനത്തിന് കൊണ്ട് കൊടുക്കുമ്പോൾ അതിനു മുമ്പ് ഭഗവാന്റെ മുന്നേ ഇന്ന് ആ പൈസ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഭഗവാനെ ഇത് ഞാൻ ഇവിടെ അന്നദാനത്തിന് കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യണം. കൊടുത്തു കഴിഞ്ഞാൽ അവർ രസീത് തരും. ആ രസീതൂടെ മേടിച്ചോണം. ഇത് നിങ്ങൾ ഇത് ഒരുപാട് ആളുകൾ ഇത് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഇടയ്ക്ക് പറയാറുമുണ്ട്. ഇന്ന് പറഞ്ഞത് ഈ വിദേശത്തുള്ള ആള് എനിക്ക് വാട്സപ്പ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ബിസിനസ് നേട്ടം ഉണ്ടായി. അത് വലിയ വലിയ നല്ല നേട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു 61,000 രൂപയോളം അദ്ദേഹം മാറ്റി വെച്ചത് അവിടെ കൊടുക്കാൻ വീട്ടിൽ വിളിച്ച് ആ വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് വീട്ടിൽ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്തു. ആ മെസ്സേജ് ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സത്യമുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതിയെന്നേ. പറ്റുന്ന തുക മതിയെന്നേ, വലിയ തുകയൊന്നുമല്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. ചെറിയ തുകയായിരിക്കും മതി, കുഴപ്പമൊന്നുമില്ല. മനസ്സിലായില്ലേ? അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അത് വലിയ തുകയാകുമ്പം അവർ ആ അന്നദാനത്തിലുള്ള തുകയാകുമ്പോൾ അവർ ചെയ്തോളും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഏൽപ്പിച്ചാൽ മതി, രസീതുകൂടെ മേടിച്ചാൽ മതി. ഭഗവാനോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഭഗവാനോട് മുന്നേ ഞാനിത് ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. അപ്പം പണ്ടേ എനിക്കൊരു എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്തു. അയാൾക്ക് ലോട്ടറി വിൽക്കുന്ന ആളാണ്. അയാളുടെ കയ്യിൽ ഇരുന്ന് ലോട്ടറി അടിച്ചു. അയാളുടെ ഇരുന്നല്ല, അദ്ദേഹം വിറ്റ ലോട്ടറിക്ക് അടിച്ചു, ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അപ്പോൾ അദ്ദേഹത്തിനാണ് കുറേ ലക്ഷങ്ങൾ കിട്ടി, ഈ കമ്മീഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആ മനുഷ്യനെ എപ്പോഴും വളരെ എനിക്കൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് ആ മനുഷ്യനോട് എനിക്ക്. അദ്ദേഹം നടന്ന് ദൂരെ, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയോ ദൂരെയാണ്, ഞാൻ എവിടെയാണെന്ന് കറക്റ്റ് ഓർക്കുന്നില്ല. എന്നെ വന്ന് കണ്ടു. ഇപ്പം ചിലരൊക്കെയാണ് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നാ പറയാനാ. പക്ഷെ ഗുരുത്വമുള്ളവർ പറയും. ഗുരുത്വം എന്ന് പറയുന്ന സംഭവം വേണം. ഇദ്ദേഹം എന്നെ വന്ന് കണ്ട് എന്നോട് പറഞ്ഞ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഞാൻ വിറ്റ് ലോട്ടറിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചു, എനിക്ക് ഇത്ര ലക്ഷം കിട്ടി, ഞാൻ അതുകൊണ്ട് വീടിന്റെ കുറെ കടങ്ങൾ വിട്ട് ഏതോ വീട് പണിതൊന്നും അങ്ങനെയാണ്ടൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് ഒരു ചെറിയൊരു സ്വർണ്ണ നാണയം എന്ന് വെച്ചാൽ ഒന്നുമില്ല, അത് വലിയതായിട്ടൊന്നുമില്ല, ചെറിയൊരു ചെറിയൊരു സ്വർണ്ണ നാണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ലൈറ്റാ, വലിയ തൂക്കമൊന്നുമില്ല, വലിയ പൈസയും വരത്തില്ല. 1000-900 രൂപയുടെയൊക്കെ മൂല്യം വരത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു ചെറിയൊരു സ്വർണ്ണ നാണയം. അത് എന്നാൽ ആ മൂല്യത്തിലല്ല അദ്ദേഹം എനിക്ക് കൊണ്ടു തന്നു. അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയോ, അതിന്റെ മൂല്യത്തിലല്ല, ഞാനത് ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അമ്പലപ്പുഴ സമർപ്പിക്കുക ചെയ്തു. അത് എത്രയായിരുന്നു, അത് എന്താണേലും ഞാനത് പിന്നെ തൂക്കി നോക്കിയപ്പോഴേ അത് വലിയ തുകയോടെ അല്ലെന്ന് മനസ്സിലായത്. പക്ഷെ എന്തായാലും ഞാനത് കിട്ടിയപ്പോഴേ ഞാൻ ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ള മനസ്സിൽ തീരുമാനിച്ചു. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഭഗവാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടന്നു. എല്ലാം നമ്മൾ ചെറുതോ വലുതോ എന്നുള്ളത്, ചെറിയ കാര്യങ്ങളായിരിക്കാം, വലിയ കാര്യങ്ങൾ, നിങ്ങളെക്കൂടെ പറ്റുന്ന കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിക്കുക.
നമ്മുടെ ഒരു കസ്റ്റമർ ഒരു വീഡിയോ കാണുന്ന ഫോളോവർ നമ്മൾ നോക്കി കൊടുത്തിട്ടുള്ള ഒരു കലാകാരിയായ കൊച്ചുകുട്ടിയുണ്ട്. അവർ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ അവിടെ വന്ന് പാട്ട് പാടി ഒരു സംഗീതം പഠിച്ചതാണ്. അപ്പോൾ ഞാൻ എനിക്ക് എന്നിട്ട് അയച്ചു തന്നു. അപ്പോൾ അത് വലിയ ഒരു എനിക്ക് സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം ഭഗവാന്റെ മുന്നിൽ നിങ്ങൾക്കുള്ളത് എന്താണോ അത് സമർപ്പിക്കുക. കലാകാരന്മാരാണെങ്കിൽ ഒരു വരി അവിടെ നിന്ന് പാടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണേലും നിങ്ങളുടെ ആ ഭഗവാന്റെ മുന്നിൽ ഒരു സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ അത് പരിപൂർണമാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് ഒരുപാട് പൈസ ആയിട്ട് ചെയ്യാമെന്നോ അങ്ങനെയൊന്നുമല്ല. പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, പറ്റുന്ന പോലെ. പിന്നെ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മൾ എവിടെ ചെന്നാലും പലരും പല അഭിപ്രായം പറയാൻ കാണും. പല അഭിപ്രായങ്ങളും ഒക്കെ കാണും. അതൊന്നും കണക്കൂട്ടണ്ട. നമ്മൾക്ക് ചെയ്യാൻ എന്ത് പോകുന്നു അത് ചെയ്തിട്ട് പോവുക. ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുക, നമുക്ക് പറ്റുന്ന ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഭഗവാന്റെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തന്നു. അത് അത്ഭുതകരമായ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യമാണ്. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും. പിന്നെ വേറെ ഒരു തലമാണ്, മനസ്സിലായില്ലേ? മാസത്തിൽ ഒന്നെങ്കിലും ഭഗവാനെ പോയി കാണുന്നത് നല്ലതാണ്. ഞാൻ എല്ലാ മാസം പോകുന്നു, പക്ഷെ കഴിഞ്ഞ മാസം പോകാൻ പറ്റിയില്ല. ഈ മാസം പോകണമെന്ന് വിചാരിക്കുന്നു. പോയില്ലെങ്കിൽ എനിക്കറിയാം ഭഗവാൻ അത് നമുക്ക് സൂചനകൾ തരും. ഈ മാസം പോകാം എന്ന് ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വ്യാഴാഴ്ചകൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ഏത് വേണേലും നിങ്ങൾക്ക് പോകാം. ഭഗവാന് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സമർപ്പണവും അത് ഏത് ദിവസം വേണേലും പോയി ചെയ്യാം. അവിടെ അല്പനേരമൊക്കെ ഇരുന്ന് ഭഗവാനെ അവിടെ മനസ്സുകൊണ്ട് വണങ്ങി ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് പോരുക.